നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വർണം എന്നത് തീപിടിച്ച വിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് സ്വർണമെങ്കിലും അതിൻ്റെ വില ഇപ്പോൾ വലിയ രീതിയിൽ താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമാകുന്ന വാർത്തകൾ ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര നിരക്കിലെ ഇടിവിനനുസൃതമായി ദുബായിലടക്കം സ്വർണ്ണവിലയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ആശ്വാസകരമായ വാർത്ത. ബലിപെരുന്നാൾ അവധി ആഘോഷിക്കുന്ന രാജ്യത്ത് സ്വർണ്ണ വിപണിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. നേരത്തെ 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 3,74,376 രൂപ എന്ന തോതിലായിരുന്നുവെങ്കിൽ നിലവിൽ 369 ദിർഹത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. വില വലിയ രീതിയിൽ ഉയർന്നതോടെ ഏഷ്യയിൽ ഏറ്റവും അധികം സ്വർണ്ണ ഇടപാടുകൾ നടത്തുന്ന ദുബായ് ഗോൾഡ് സൂക്കിലടക്കം കച്ചവടം വലിയ തോതിലാണ് കുറഞ്ഞിരുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് വില കുറയുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ കുറവുണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്തായാലും പെരുന്നാൾ ആഘോഷകാലത്ത് ജ്വല്ലറികളിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾക്കൊപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും മികച്ച US സാമ്പത്തിക ഡാറ്റ ഡോളറിന്റെ മൂല്യം ഉയർത്തിയതാണ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നും സ്വർണത്തിന്റെ വില താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. US-ലെ കഴിഞ്ഞ മാസം പുതിയതായിട്ട് 1.39 ലക്ഷം പേർ തൊഴിൽ ലഭിച്ചു എന്നാണ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക്. നിരീക്ഷകർ പ്രവചിച്ച 1.24 എന്നതിനേക്കാൾ ഏറെ ഉയർന്ന നിരക്കാണിത്. അതായത് അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നു എന്ന സൂചനകൾ സ്വർണത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ $3,307 വരെ എത്തിയ സ്വർണത്തിന്റെ വില 3,290 എന്ന നിരക്കിലേക്ക് വരെ എത്തിയേക്കുമെന്നുള്ള വിലയിരുത്തലുകളും ഇതോടൊപ്പം തന്നെ ശക്തമായിരുന്നു. UAE വിപണിയിലെ സ്വർണ്ണ വില അപ്പോൾ വീണ്ടും കുറഞ്ഞേക്കാനുള്ള സാധ്യതകളുമുണ്ട്. അമേരിക്കൻ വിപണിയിലെ ചലനങ്ങളായിരിക്കും അടിസ്ഥാനപരമായിട്ട് ലോകത്തിലെ തന്നെ സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്നത് നമുക്കൊക്കെ അറിയാം. അതേസമയം കേരളത്തിലെ സ്വർണ്ണവിലയെക്കുറിച്ച് നോക്കുമ്പോൾ അത് തൊട്ടാൽ പൊള്ളുന്ന വില തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും കേരളത്തിലെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം പവന് 200 രൂപ കുറഞ്ഞിരുന്നു. ഒരു പവന് 22 ക്യാരറ്റിന്റെ നിരക്ക് 71,640 രൂപ എന്നതാണ്. വെള്ളിയാഴ്ച 73,040 രൂപ എന്ന വിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ദിവസം കൊണ്ട് കുത്തനെയാണ് വിലയിടിഞ്ഞത്. ശനിയാഴ്ച ഒറ്റയടിക്ക് 1,200 രൂപ സ്വർണത്തിന് കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ 2 ദിവസത്തിൽ 1,400 രൂപ കുറയായിരുന്നു. പവന്റെ വില 71,640 രൂപയാണെങ്കിൽ ഒരു പവൻ ആഭരണമായി വാങ്ങാൻ വേണ്ടി ഏകദേശം 77,000 രൂപയോളം ഇനി നൽകേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. 3% GST, 53.10 രൂപ ഹോൾ മാർക്കിംഗ് ഫീസ്, പണിക്കൂലി എന്നിവയെല്ലാം ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആഭരണത്തിന് വില ഈടാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്വർണത്തിന്റെ വില കുറയുന്നത് എന്നതാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.